നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ പാരീസിലിട്ട് FC ബാഴ്സലോണ PSG പരാജയപ്പെടുത്തിയിരിക്കുന്നു. PSG അൾട്രാസിന്റെ മുമ്പിൽ ഗോൾ അടിച്ചിട്ട് നെയ്മർ സെലിബ്രേഷൻ ചെയ്യുന്ന റാഫീഞ്ഞ. ഇതിനേക്കാൾ കൂടുതൽ വല്ലതും വേണോ? വയറ് നിറച്ചങ്ങ് കൊടുത്തിട്ടുണ്ട് PSG അൾട്രാസിന് എന്ന് തന്നെ വേണം പറയാൻ. നമുക്കറിയാം, നെയ്മർ ജൂനിയറും ലിയോ മെസ്സിയും ഒക്കെ PSG വിട്ട സമയത്ത് അവരൊരു ബാനർ കെട്ടി പ്രശ്നം ഒഴിഞ്ഞുപോയി എന്ന്. PSG പ്രശ്നങ്ങളായിരുന്നു നെയ്മറും മെസ്സിയും. അവർക്ക് PSG അൾട്രാസ് ആ രൂപത്തിലാണ് ആ രണ്ട് മഹാരഥന്മാരായ താരങ്ങളെയും ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബ്രസീലുകാരനായ റാഫീഞ്ഞ PSG ബാഴ്സലോണക്കായിട്ട് ഗോൾ അടിച്ചുകൊണ്ട് അൾട്രാസിന് മുന്നിൽ ഇങ്ങനെ ഒരു സെലിബ്രേഷൻ കാണിക്കുമ്പോൾ അതിന് പല മാനങ്ങളുണ്ട്. ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കണം. ഈ മത്സരത്തിന് തൊട്ടു മുമ്പ് PSG അൾട്രാസ് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരുന്നല്ലോ. നമ്മുടെ സ്റ്റേഡിയത്തിലേക്ക് അവർ കാലെടുത്ത് വെക്കുമ്പോൾ ശരിക്കും അവർ ഞെട്ടണം, അവരൊന്ന് കുലുങ്ങണം, അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ഉണ്ടാക്കണം. റഫറിമാര് സഹായിക്കുന്ന നിന്ദ്യമായ ടീമാണ് ബാഴ്സലോണ എന്ന്. ഇപ്പൊ വയറ് നിറച്ച് അവരുടെ മുമ്പിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് റാഫീഞ്ഞയുടെ സെലിബ്രേഷൻ കൂടിയാകുമ്പോൾ ഒന്നുകൂടി ആവേശം വരികയാണ്. ഏതായാലും റാഫീഞ്ഞ മികച്ച പ്രകടനമാണ് നടത്തിയത്. ഇരട്ട ഗോളുകൾ അദ്ദേഹം നേടി. 3-2 ബാഴ്സലോണ PSG പാർക്ക് ഡെസ് പ്രിൻസസിലിട്ട് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. റാഫീഞ്ഞ താരമായ മത്സരത്തില് കളി കാണാൻ വേണ്ടി റൊണാൾഡീഞ്ഞോ കൂടി ഉണ്ടായിരുന്നു എന്നതും ശ്രദ്ധിക്കുക. റൊണാൾഡീഞ്ഞോ PSG വേണ്ടി കളിച്ചിട്ടുണ്ട്. ബാഴ്സലോണയിലൂടെയാണ് അദ്ദേഹം ഇതിഹാസമായിട്ട് മാറുന്നത്. അപ്പോൾ ആ റൊണാൾഡീഞ്ഞോയും റാഫീഞ്ഞയും തമ്മിൽ വളരെ വലിയ അടുപ്പമാണുള്ളത്. കാരണം സാമ്പാ ട്രൈ എന്ന് പറയുന്ന ഒരു ബ്രസീലിയൻ ബാൻഡ് ഉണ്ടായിരുന്നു. ആ ബാൻഡിൽ അംഗമായിരുന്നു റാഫീഞ്ഞയുടെ പിതാവ് റഫേൽ. ആ ബാൻഡിന്റെ ഒരു ഫാൻ ആയിരുന്നു റൊണാൾഡീഞ്ഞോ. അതുകൊണ്ട് തന്നെ പലപ്പോഴും റാഫീഞ്ഞയുടെ കുടുംബം, അതായത് അദ്ദേഹത്തിന്റെ പിതാവ് റഫേലും കുടുംബവും ബാഴ്സലോണയിലേക്ക് പറക്കുമായിരുന്നു കളികൾ കാണാനും മറ്റുമൊക്കെ ആയിട്ട്. അങ്ങനെ റൊണാൾഡീഞ്ഞോയുമായിട്ട് വളരെ ക്ലോസ് ആയിരുന്നു. തന്റെ പ്രിയപ്പെട്ട താരം, പ്രിയപ്പെട്ട ഐഡോൾ അവിടെ ഗാലറിയിൽ ഇരിക്കുമ്പോൾ മികച്ച പ്രകടനം നടത്തി കളിയിൽ പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡൊക്കെ സ്വന്തമാക്കാൻ കഴിഞ്ഞതിൽ റാഫീഞ്ഞയും വളരെ ഹാപ്പിയാണ്. ഏതായാലും നന്നായി കൊടുത്തിട്ടുണ്ട് PSG അൾട്രാസിന്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.